ഞങ്ങൾ ഒരു തരത്തിലുള്ള അന്യായമായ പ്രവർത്തനം ചെയ്യാറില്ല. അവിടെ ചില അനധികൃത കടകൾ ഞങ്ങൾ പൊളിച്ചു മാറ്റി. ഈ അനധികൃത കടകൾ പൊളിച്ചു മാറ്റുമ്പോഴേക്കും നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം, ഒരു വ്യക്തി പോലും അതിനെതിരെ കേസിന് പോയിട്ടില്ല. അന്യായമായി കോർപ്പറേഷൻ ഇടപെട്ടു വന്നു, അവരേതെങ്കിലും തരത്തിൽ ഉപദ്രവം ചെയ്തെന്നോ, അവർ നിയമവിധേയമായി കെട്ടിയിട്ടുള്ള നിർമ്മാണങ്ങളാണ് കോർപ്പറേഷൻ പൊളിച്ചു മാറ്റിയതെന്നോ പറഞ്ഞുകൊണ്ട് ആരും എന്തുകൊണ്ട് കോടതിയിൽ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൃത്യമായ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പൊളിച്ചു മാറ്റിയത്. പൊളിച്ചു മാറ്റുന്ന സമയത്ത് തന്നെ ഇത് കെട്ടി ഉയർത്തിയവർക്ക് തന്നെ അവർ തയ്യാറാണെങ്കിൽ ആ നിർമ്മാണ സാമഗ്രികളൊക്കെ തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മേയർ എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥരോട് ഈ കടകൾ പൊളിച്ചു മാറ്റാൻ പോകുന്നതിന് മുൻപ് ഞാൻ കൊടുത്ത ഡയറക്ഷൻ, പരമാവധി ആ സാധനങ്ങളൊക്കെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ തക്ക തരത്തിൽ മാത്രമേ പൊളിക്കാവുള്ളൂ. പരമാവധി. ഇപ്പോൾ എല്ലാം സാധിക്കുന്നുമില്ല. അവർ തയ്യാറാണെങ്കിൽ അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പരമാവധി ബുദ്ധിമുട്ടുകൾ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടത്തിയവർക്കുൾപ്പെടെ പരമാവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ എന്നാൽ നിയമം നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നിത്യവൃത്തിക്ക് വേണ്ടി ഒരു പക്ഷേ ചില കച്ചവടമൊക്കെ നടത്തിപ്പോരുന്നവരെ ഞങ്ങൾ കൃത്യമായിട്ട് അവർക്ക് നൽകേണ്ട ഡയറക്ഷൻ നൽകിയിട്ട് അവരെയൊക്കെ തന്നെ അസ്വസ്ഥത സൃഷ്ടിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതാണല്ലോ വലിയ ബഹളമോ നെഞ്ചത്തടിയൊന്നും കാണാത്തത്. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ മതിയാവുക. അല്ല, അതിലാണ് അതായത് ഇപ്പോൾ ഈ ഫുട്പാത്ത് കയറിയുള്ള കച്ചവടം ഇതൊക്കെ തന്നെ അത് നഗരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിനൊരു തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അവിടെ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നവരുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുത്തരുത് എന്നൊരാഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരു സ്ഥായി ആയിട്ടുള്ള, അതായത് നമുക്കിപ്പോൾ ഒരു സ്ട്രീറ്റ് ഫുഡ് കച്ചവടം ചെയ്യാനുള്ള ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ആവശ്യം. അതായത് ഇവിടെ ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടത്തിന് ഒരിക്കലും നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല, അത് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ വഴിയോര കച്ചവടം കേന്ദ്ര ഗവൺമെൻറ് തന്നെ പെർമിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആ കോൺസെപ്റ്റിന് പിന്നിലൊരു മനുഷ്യത്വപരമായ ഒരു നിരീക്ഷണമുണ്ട്. ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു കച്ചവടമാകാം, പക്ഷേ അതൊരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം. ബിനാമി പേരുകളിൽ 10, 20, 50 തട്ടുകടകൾ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ സിറ്റിയുടെ പല ഭാഗത്തും സ്ഥാപിക്കുക, അത് പിന്നീട് ഒരു അവകാശമായി മാറുക, അങ്ങനെയുള്ള നടപടികൾക്ക് ഒപ്പം ഒരു ഭരണസമിതിക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അങ്ങ് ചോദിച്ചതിൽ അവസാനം ചോദിച്ച ഭാഗം ഫുഡ് സ്ട്രീറ്റ്, അതൊരു മനോഹരമായ കോൺസെപ്റ്റാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുണ്ടാവുക തന്നെ ചെയ്യും. അതിന് അനുയോജ്യമായ സ്ഥലവും സംവിധാനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാകും. അത് കാരണം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്, ചിലരൊക്കെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുടെ ഒരു ആശ്രയമായിട്ടുണ്ടാകും അതൊക്കെ തന്നെ. അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സംഭവം പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടാകണം, അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഒരു ദിവസം വരുന്നു, അവർ ഒന്നുകിൽ കയ്യൂക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവസരം മുതലാക്കിക്കൊണ്ട് എവിടെയെങ്കിലും ഒരു കട വയ്ക്കുന്നു, പിറ്റേ 2 ദിവസം കഴിയുമ്പോഴേക്കും റോഡിലേക്ക് 2 കസേര ഇടുന്നു, അത് കഴിയുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും ഒരു ടെമ്പററി സ്ട്രക്ചർ കൊണ്ടുവരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിനെ മാറ്റിയിട്ട് ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് അതിനെ പെർമനൻ്റ് ആക്കി മാറ്റുന്നു, പിന്നീട് നടു റോഡിൽ തട്ടുകട നടത്തേണ്ട ഒരു അവകാശമായി മാറുന്നു, തൊട്ടപ്പുറത്ത് വേറൊരാൾ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ സിറ്റിയിൽ അനുവദിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ക്യാപിറ്റൽ സിറ്റിയിൽ അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് എന്നാൽ ഈ സംവിധാനം ഉണ്ടാവുകയും വേണം. മികച്ച ഭക്ഷണം കുറഞ്ഞ വിലയ്ക്ക് ഏത് സമയത്തും ജനങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഒരു സിറ്റിയുടെ വളർച്ചയിൽ അതും ഒരു ഘടകം തന്നെയാണല്ലോ, അതുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഫുഡ് സ്ട്രീറ്റുകളെ കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കുകയാണ്. കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിലും എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ സജീവമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. വളരെ നല്ല റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാം.